ചൂടിനെ തണുപ്പിക്കാനും നോമ്പിൻ്റെ ക്ഷീണം മാറാനും ചെറുനാരങ്ങ വെച്ചിട്ട് 2 തരം ഡ്രിങ്കാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള മാത്രമല്ല നല്ല ടേസ്റ്റും കൂടിയാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് കുടിച്ചു നോക്കി. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാര, പച്ചമുളക്, ഒരു ഇഞ്ചി കഷ്ണം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അല്ലാതെ ഇതിൻ്റെ പകുതി മതി. മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പച്ചമുളകിൻ്റെ പകുതി കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരു കഷ്ണം മതി. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി കഷ്ണമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. ചെറുനാരങ്ങൻ്റെ നീര് മാത്രമാണ് ഒഴിച്ചെടുക്കുന്നത്. നീര് ഒഴിച്ചെടുക്കുമ്പോൾ ഇതിൽ കുരു പെടാതെ നോക്കണം. കുരു പെട്ട് കഴിഞ്ഞാൽ ചെറിയൊരു കയ്പുണ്ടാവും. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ തണുത്ത വെള്ളാട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളാട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടൂല. ഇനി ഇതിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത നാരങ്ങ വെള്ളമാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ജ്യൂസാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തണുപ്പോടത്ത് കൂടി തന്നെ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒരു വട്ടം ഇതുപോലെ തയ്യാറാക്കി നോക്കി. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഡ്രിങ്ക് കൂടെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ പുതിനയില ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ 2 ഏലക്ക ഇട്ടുകൊടുക്കാം. ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം കൂടെ ഇട്ടുകൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ജ്യൂസും 1 ഗ്ലാസ്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള അളവ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കൂടുതൽ വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് അളവ് കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചെറിയൊരു പച്ചമുളക് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു എരിവ് മതി. ഇനി ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. ചെറുനാരങ്ങ തോടോട് കൂടി തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതിലുള്ള ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിലോട്ട് 1/2 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പിയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നാരങ്ങ കൊണ്ടുള്ള ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഡ്രിങ്കും നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.